നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സിപിഎമ്മിനും അവരുടെ പിണറായി വിജയൻ സർക്കാരിനും വീണ്ടും തിരിച്ചടികളുടെ ഗോൾമഴ. ഏറ്റവും ഒടുവിൽ വിദേശ സഹകരണത്തിനായി IAS ഉദ്യോഗസ്ഥ വാസുകിയെ സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ കേന്ദ്ര സർക്കാർ കട്ടക്കലിപ്പിലായി. ഭരണഘടനയെ മറികടക്കരുതെന്ന് മുഖ്യമന്ത്രിക്കും ശിങ്കിടികൾക്കും വിദേശകാര്യ മന്ത്രാലയം കർശന താക്കീത് നൽകി. കേന്ദ്രത്തിന്റെ അധികാരത്തിലേക്ക് കടക്കരുതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭരണഘടന നൽകുന്ന അധികാര പരിധികൾക്കപ്പുറമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കടന്നു കയറരുതെന്നും വക്താവ് മുന്നറിയിപ്പ് നൽകി. വിദേശങ്ങളുമായുള്ള ബന്ധങ്ങൾ കേന്ദ്രത്തിന്റെ പരിഗണനാ വിഷയമാണെന്നും അത് സംസ്ഥാന പട്ടികയിലും കൺകറന്റ് പട്ടികയിലും ഉള്ളതല്ലെന്നും പിണറായി ഓർമ്മിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയെയും പിന്നാലെ പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടായ വിമർശനങ്ങളും കാരണം പഴയ ശൗര്യം ഒരു പൊടിക്കെങ്കിലും അടങ്ങിയ പിണറായിക്ക് ഇത് വലിയ പ്രഹരമായി. ബജറ്റിൽ സംസ്ഥാനത്തിന് ഒന്നും അനുവദിച്ചില്ലെന്ന കാര്യം CPM രാഷ്ട്രീയ ആയുധമാക്കി മുന്നേറുമ്പോഴാണ് അപ്രതീക്ഷിത തിരിച്ചടിയുണ്ടായത്. വിദേശ രാജ്യങ്ങൾ, എംബസികൾ എന്നിവയുമായി നേരിട്ടുള്ള സഹകരണത്തിനാണ് വാസുകി നിയമിച്ചത്. ഇതിനായി വിദേശ ഏകോപനം എന്ന ഡിവിഷനും രൂപീകരിച്ചിരുന്നു. തൊഴിൽ വകുപ്പ് സെക്രട്ടറിയാണ് വാസുകി. വിദേശത്തു നിന്ന് എന്തെങ്കിലും സഹായമോ സഹകരണമോ ലഭ്യമാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു ഡിവിഷൻ രൂപീകരിച്ചതെന്ന് വ്യക്തമല്ല. സംസ്ഥാനത്തെത്തുന്ന പല വിദേശ സ്ഥാനപതികളും വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായം എന്നീ മേഖലകളിലുള്ള സഹകരണത്തിന് തയ്യാറാകുന്നുണ്ട്. അതുകൊണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം നടത്താനാണ് വാസുകിയെ നിയമിച്ചത്. ഇവരെ സഹായിക്കാൻ പൊതുഭരണ വകുപ്പ്, ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ എന്നിവരെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നിൽ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും മറ്റു ചില മന്ത്രിമാരും ഇടയ്ക്കിടെ നടത്തുന്ന വിദേശ സന്ദർശനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ചില BJP നേതാക്കൾ ഇതു സംബന്ധിച്ച കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായാണ് സൂചന. മുഖ്യമന്ത്രി, സാംസ്കാരിക മന്ത്രി എന്നിവരുടെ വിദേശ യാത്രകൾക്ക് കേന്ദ്രം അനുമതി നൽകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനും അനുമതി കൊടുത്തില്ല. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ സംസ്ഥാന മന്ത്രിമാർ പോകുന്ന പതിവില്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയും മകളും ഭാര്യയും അടിക്കടി ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നതിൽ ദുരൂഹതയുണ്ടെന്ന ആക്ഷേപം മുൻപും ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ദുബായിലെ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും ലാവ്ലിൻ അടക്കമുള്ള കമ്പനികൾ ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചെന്നും ഷോൺ ജോർജ് അടുത്ത കാലത്ത് ആരോപിച്ചിരുന്നു. ഒരു കമ്പനി ഈ ആരോപണം നിഷേധിച്ചിരുന്നു. എന്നാൽ ആരോപണത്തിൽ ഷോൺ ഉറച്ചുനിന്നു. ഇതിനെതിരെ മുഖ്യമന്ത്രി നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഷാർജയിൽ IT കമ്പനി തുടങ്ങാനായി അവിടുത്തെ ഭരണാധികാരി കേരളത്തിലെത്തിയപ്പോൾ സഹായം തേടിയതായി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു. പ്രോട്ടോകോൾ തെറ്റിച്ച് കുവൈറ്റ് രാജാവിനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ എത്തിച്ചെന്നും കമല വിജയൻ കുവൈറ്റ് രാജ്ഞിക്ക് സമ്മാനം കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. അതുപോലെ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് ഡോളർ കടത്തിയ സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഭരണ നേതൃത്വത്തിലെ പലർക്കും പങ്കുണ്ടെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യങ്ങളും വാസുകിയുടെ സെക്രട്ടറി പദവും കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു നാറുന്നതുപോലെ തോന്നുന്നു. വാസുകിയുടെ നിയമനത്തിന്റെ പേരിൽ വിദേശകാര്യ മന്ത്രാലയം കേരളത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ചീഫ് സെക്രട്ടറി V വേണു മാധ്യമങ്ങളോട് പറഞ്ഞു. വാസുകിയെ നിയമിച്ചത് തെറ്റാണെന്നോ നിയമന ഉത്തരവ് പിൻവലിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളിൽ ധാരണയുള്ളവരാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ഇക്കാര്യത്തിൽ കേരള സർക്കാരിന് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ അറിയിപ്പ് വന്നാലേ മറ്റു നടപടികൾ സ്വീകരിക്കുകയുള്ളൂവെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 15-ന് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിലാണ് തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ വാസുകിക്ക് വിദേശ സഹകരണത്തിന്റെ ചുമതല നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാസുകിയുടെ നിയമനം സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾക്ക് സത്യവുമായി യാതൊരു ബന്ധമില്ലെന്നായിരുന്നു ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന്റെ ആദ്യ നിലപാട്. സർക്കാർ വിരുദ്ധ വാർത്ത ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്ന ചിലരുടെ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള വാർത്തകൾ പിറക്കുന്നതെന്നാണ് വേണു ഫേസ്ബുക്കിൽ കുറിച്ചത്. ചീഫ് സെക്രട്ടറി ന്യായീകരിക്കാൻ ശ്രമിച്ചതെല്ലാം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. അനാവശ്യമായി കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലേക്ക് കൈ കടത്തരുതെന്ന കർശന താക്കീതും സംസ്ഥാന സർക്കാരിന് വാങ്ങിക്കേണ്ടി വന്നുവെന്നത് വലിയ നാണക്കേടായി. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ CPM നേതാക്കളോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.